പ്രിയ പ്രേക്ഷകർക്ക് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാനാവാത്ത ദിനമാണ് 17 വർഷങ്ങൾക്ക് മുമ്പുള്ള സെപ്റ്റംബർ 19. അതെ, അന്നാണ് ക്രിക്കറ്റ് ആരാധകരെ ത്രസിപ്പിച്ച യുവിയുടെ വെടിക്കെട്ട് പിറന്നത്. ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ അമ്പരപ്പിച്ച വെടിക്കെട്ട്. 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ ഒരു ഓവറിലെ 6 പന്തുകളും സിക്സർ അടിച്ച് യുവി ചരിത്രം കുറിക്കുന്നു. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ആദ്യമായാണ് ഒരു ഓവറിലെ മുഴുവൻ പന്തുകളും സിക്സർ വായിക്കുന്നത്. 2007 പ്രഥമ 2020 ലോകകപ്പിലെ ഇംഗ്ലണ്ടിനെതിരായ സൂപ്പർ 6 മത്സരത്തിലാണ് യുവി വെടിക്കെട്ട് നടത്തിയത്. കിവീസിനോട് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായുള്ള മത്സരം നിർണായകമായിരുന്നു. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് ഓപ്പണർമാരായ ഗംഭീറും സെവാഗും മികച്ച തുടക്കം നൽകുന്നു. റോബിൻ ഉത്തപ്പ പുറത്തായ ശേഷം 17-ാം ഓവറിലാണ് 4-മനായി യുവി ക്രീസിലെത്തുന്നത്. അപ്പോൾ സ്കോർ 3-171. 18-ാം ഓവർ ബോൾ ചെയ്ത ഫ്ലിൻഡോഫിനെതിരെ യുവി തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടി. ഇതോടെ ഫ്ലിൻഡോഫ് പ്രകോപനപരമായി എന്തോ പറഞ്ഞു. യുവിയും വിട്ടുകൊടുക്കാതിരുന്നതോടെ അതൊരു വാക്കേറ്റമായി. ഒടുവിൽ അമ്പയർമാർ ഇടപെട്ടാണ് ഈ അടി അവസാനിപ്പിക്കുന്നത്. എന്നാൽ യുവിക്ക് പറഞ്ഞ് മതിയായിട്ടില്ലായിരുന്നു. 19-ാം ഓവർ എറിയാനെത്തിയത് അന്നത്തെ കൗമാരക്കാരൻ സ്റ്റുവർട്ട് ബ്രോഡ്. ഫ്ലിൻഡോഫിന് കൊടുക്കാൻ വെച്ചത് യുവി ബ്രോഡിന് കൊടുത്തപ്പോൾ ആ ഓവറിലെ 6 പന്തുകളും ഗ്യാലറിയിൽ പതിച്ചു. ബ്രോഡിന്റെ ഓവറിലെ ആദ്യ പന്ത് വൈഡ് ലോങ് ഓണിന് മുകളിലൂടെ ഗ്യാലറിയിലേക്ക് പാഞ്ഞു പറന്നു. 2-ാം പന്ത് സ്ക്വയർ ലെഗിന് മുകളിലൂടെ, 3-ാം പന്ത് എക്സ്ട്രാ കവറിന് മുകളിലൂടെ, 4-ാം പന്ത് ബാക്ക്വേർഡ് പോയിന്റ് കടന്നു, 5-ാം പന്ത് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തി. അവസാന പന്ത് മിഡ് ഓണിന് മുകളിലൂടെ പറത്തിയ യുവരാജിനെ ക്യാപ്റ്റൻ ധോണി വാരിപ്പുണരുന്നു. ആരാധകർ ആർത്തു വിളിക്കുന്നു. വെറും 12 പന്തിൽ നിന്ന് യുവിക്ക് അർദ്ധ സെഞ്ചുറി, ഒപ്പം റെക്കോർഡും. 16 പന്തുകളിൽ 7 സിക്സും 3 ബൗണ്ടറികളും അടക്കം 58 റൺസുമായി യുവി അവസാന ഓവറിലെ 5-ാം പന്തിൽ മടങ്ങിയപ്പോൾ ഇന്ത്യൻ സ്കോർ 4-218. അന്ന് 2020 വേഗമേറിയ അർദ്ധ സെഞ്ചുറിയാണ് യുവരാജ് നേടിയത്. 12 പന്തിൽ തൃപ്തിയടിച്ചു. മത്സരത്തിൽ അവസാന ഓവർ എറിയാനെത്തിയ ഫ്ലിൻഡോഫിനെയും യുവരാജ് സിക്സർ പറത്തി. 16 പന്തിൽ നിന്ന് 58 റൺസാണ് അന്ന് അദ്ദേഹം നേടിയത്. അന്ന് ഇന്ത്യ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസാണ് നേടിയത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിലായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ യുവിയുടെ അവിശ്വസനീയ പ്രകടനം. ഹെർഷൽ ഗിബ്സിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിച്ച 2-ാമത്തെ താരമായി യുവരാജ് സിംഗ്. 4-ാം നമ്പറിൽ യുവരാജ് സിംഗ് ഉണ്ടായിരുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പരാജയം ഉറപ്പാക്കാൻ മറ്റു ടീമുകൾ പെടാപ്പാടുപെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു യാത്രയയപ്പാണോ BCCI നൽകിയത്? പ്രതീക്ഷ കൈവിടരുതൊരിക്കലും. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥയിൽ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് എഴുതിവെച്ച വാക്കുകളാണിത്. കളിക്കളത്തിൽ മാത്രമല്ല, സ്വന്തം ജീവിതത്തിലും ഈ സന്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. ടീം തോൽവിയിലേക്ക് കുപ്പുകുത്തി എന്ന് ഉറപ്പായ പല മത്സരങ്ങളിലും ആ ഇടം കൈയിന്റെ ഒറ്റയാൻ കൈക്കുരുത്ത് നീലക്കുപ്പായക്കാരെ വിജയത്തിലേക്ക് വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ആ ബാറ്റ് കൊണ്ട് മാത്രമായിരുന്നില്ല, ബോൾ കൊണ്ടും ചോർച്ചയില്ലാത്ത ഫീൽഡിംഗ് മികവ് കൊണ്ടും കൂടിയായിരുന്നു. യുവരാജും കൈഫും ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ അത് മറികടക്കണമെങ്കിൽ അവർ തന്നെ തീരുമാനിക്കണം എന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ജോൺ ഡി റോഡ്സ് കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം കൈക്കരുത്തിൽ 2011 ടീം ഇന്ത്യക്ക് ലോക കിരീടം നേടിക്കൊടുത്തുകൊണ്ട് കരിയറിലെയും ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ നാളുകളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ക്യാൻസർ കടന്നാക്രമിച്ചത്. എന്നാൽ അവിടെയും യുവി പതറിയില്ല. കീമോതെറാപ്പിയുടെ ഫലമായി മുടി നഷ്ടമായ യുവി തലമുട്ടയടിച്ചാണ് പിന്നീട് ആരാധകർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ കാഴ്ചയിൽ ആരാധകരുടെ മനസ്സ് തകർന്നെങ്കിലും യുവി പതറിയില്ല. ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ശേഷം യുവരാജ് അർബുദത്തിന് കീഴടങ്ങിയിരുന്നെങ്കിൽ പോലും അവന്റെ പിതാവെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുമായിരുന്നു എന്നാണ് മുൻ ഇന്ത്യൻ താരം യോഗരാജ് പറഞ്ഞത്. ഇക്കാര്യം ഞാൻ ഫോണിലൂടെ യുവരാജിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അവനെ ഓർത്ത് വലിയ അഭിമാനമുണ്ട്. അസുഖബാധിതനായി ചോരതുപ്പുന്ന കാലത്ത് പോലും യുവരാജ് ഇന്ത്യക്കായി കളിക്കുന്നതും കാണാൻ ആഗ്രഹിച്ചയാളാണ് അച്ഛൻ യോഗരാജ് സിംഗ്. പേടിക്കേണ്ട, നീ മരിക്കില്ല, ഈ ലോകകപ്പ് ഇന്ത്യക്കായി നേടുക എന്നതാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ യുവരാജിനോട് പറഞ്ഞത്.
യുവരാജ് സിംഗിന്റെ ജീവിതം സിനിമയാക്കാനൊരുങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം പതിയെ മറന്നുകൊണ്ടിരുന്ന ആ യുവിക്കാലം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. ക്രിക്കറ്റിന് അകത്തും പുറത്തും ഒരുപോലെ പോരാട്ടം നടത്തേണ്ടി വന്ന ക്രിക്കറ്ററുടെ കഥ, അതേപടി ആ കഥ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയാൽ വിവാദങ്ങൾ ഇനിയുമേറെ ആളിപ്പടരാം. യുവി എന്ന യുവരാജിനോട് ആരാധന, പെരുത്തിഷ്ടം. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.